ഒരിക്കൽ നമ്മുടെ ഭൂമിയിൽ മനുഷ്യർ അധികം കടന്നു ചെല്ലാത്ത ഭൂപ്രദേശത്ത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. മനുഷ്യനും മൃഗങ്ങളും ഏറ്റുമുട്ടിയ യുദ്ധം. പ്രകൃതിയെ സംരക്ഷിക്കുവാനായി മനുഷ്യൻ നടത്തിയ യുദ്ധം. അതെ, മനുഷ്യനും ആടുകളും ഏറ്റുമുട്ടിയ ദി ഗ്രേറ്റ് ഗോട്ട് വാർ എന്ന പേരിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ യുദ്ധം. വെൽക്കം ബാക്ക് ടു ഗ്രാഫോ മീഡിയ. മാൻ വേഴ്സസ് ആനിമൽ പാർട്ട് 3. ദി ഗാലപ്പഗോസ് ഐലൻഡ്സ്. സൗത്ത് അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിൻ്റെ കീഴിലുള്ള ഗാലപ്പഗോസ് ദ്വീപ് സമൂഹത്തിലാണ് ഈ ചരിത്രം നടന്നത്. പ്രകൃതിപരമായി വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ദ്വീപ് സമൂഹമാണ് ഗാലപ്പഗോസ് ഐലൻഡ്സ്. പ്രധാനമായും 5 ദ്വീപുകളാണ് ഗാലപ്പഗോസ് ദ്വീപസമൂഹത്തിൽ ഉള്ളത്. ഇക്വഡോറിൻ്റെ മെയിൻലാൻഡിൽ നിന്നും ഏകദേശം 1000ഓളം കിലോമീറ്റർ അകലെ പസഫിക് മഹാസമുദ്രത്തിലാണ് അഗ്നിപർവ്വത പ്രവർത്തനത്താൽ ഉത്ഭവിച്ച ഈ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അധികം മനുഷ്യർ അവിടെ കടന്നു കയറിയിട്ടില്ല. ഗാലപ്പഗോസ് ദ്വീപ് സമൂഹത്തിൽ മാത്രം കണ്ടുവരുന്ന ജീവജാലങ്ങളും ഉണ്ട്. അവയിൽ പ്രധാനിയാണ് ഗാലപ്പഗോസ് ജൈന്റ് ടോർട്ടിസ്. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ കരയാമകളാണ് ഇവ. പിന്നെ കടലിൽ നീന്തുവാൻ കഴിയുന്ന മറൈൻ ഇഗ്വാനകൾ, ഇക്വേറ്ററിന് വടക്കു ഭാഗത്ത് കാണപ്പെടുന്ന ഏക പെൻഗ്വിൻ വർഗമായ ഗാലപ്പഗോസ് പെൻഗ്വിനുകൾ, അങ്ങനെ പലതരം ജീവജാലങ്ങളും സസ്യങ്ങളും. ഇനി ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ പരിണാമ സിദ്ധാന്തത്തിൻ്റെ പിതാവായ ചാൾസ് ഡാർവിൻ 1835 അവിടെ എത്തിയിരുന്നു. അവിടുത്തെ വന്യജീവികളും സസ്യങ്ങളും തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന സിദ്ധാന്തത്തിനായി നിരവധി സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഡാർവിൻസ് ഫിഞ്ചസ് എന്ന പക്ഷി. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരാറിലായി. അവിടുത്തെ പച്ചപ്പ് നശിക്കുവാൻ തുടങ്ങി. മുൻപ് പറഞ്ഞ പല ജീവികളും സസ്യജാലങ്ങളും വംശനാശ ഭീഷണിയിലായി. അതിനു കാരണമായതോ ആടുകൾ. അതെ, ആടുകൾ തന്നെ. എന്നാൽ ആടുകൾ എങ്ങനെയാണ് അവിടെ എത്തിയത്? ഇതിനായി 3 വാദങ്ങളാണ് ഉള്ളത്. ചിലർ പറയുന്നത് ആടുകൾ നീന്തി അവിടെ എത്തിയതാവാം എന്നാണ്. എന്നാൽ 1000ഓളം കിലോമീറ്റർ ആടുകൾ എങ്ങനെ കടലിലൂടെ നീന്തും എന്നൊരു മറുചോദ്യവും ഉണ്ട്. രണ്ടാമത്തെ വാദം എന്തെന്നാൽ, പണ്ടുകാലത്ത് കപ്പൽ യാത്രക്കിടെ ഇതുപോലുള്ള ഒറ്റപ്പെട്ട ദ്വീപുകൾ കണ്ടെത്തിയാൽ നാവികർ അവിടേക്ക് കുറച്ച് ആടുകളെയോ പന്നികളെയോ ഇറക്കി വിടാറുണ്ട്. അങ്ങനെ ചെയ്യുവാൻ കാരണം, ഏതെങ്കിലും കപ്പൽ തകർന്ന് നാവികർ ഒറ്റപ്പെട്ട ദ്വീപിലേക്ക് നീന്തി കയറിയാൽ അവർക്ക് ആ ആടുകളെയോ പന്നികളെയോ ഭക്ഷണമാക്കി രക്ഷാപ്രവർത്തകർ എത്തും വരെ ആ ദ്വീപുകളിൽ അതിജീവിക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ്. മറ്റൊരു വാദം എന്തെന്നാൽ, മീൻ പിടിക്കുവാനായി പോകുന്നവർ ഇതുപോലുള്ള ദ്വീപുകളിൽ താൽക്കാലിക താമസ ഇടം ഉണ്ടാക്കി മാസങ്ങളോളം അവിടെ താമസിച്ച് ദ്വീപുകൾക്ക് ചുറ്റുമുള്ള മീനുകളെ പിടിക്കാറാണ് പതിവ്. അങ്ങനെ പോകുന്നവർ ഭക്ഷണത്തിനായി ആടുകളെയും മറ്റും കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോയ ആടുകളിൽ നിന്നും ചാടിപ്പോയ ആടുകളാവാം എന്നും പറയപ്പെടുന്നു. ഏതാണ്ട് 1950കളിൽ മീൻപിടുത്തക്കാരുടെ കയ്യിൽ നിന്നും 2 പെൺ ആടുകളും 1 ആൺ ആടും ചാടിപ്പോയെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. കൂടുതൽ ആളുകളും ഇതുതന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതിൽ എങ്ങനെയായാലും ഗാലപ്പഗോസ് ദ്വീപ് സമൂഹത്തിൽ 3 ആടുകൾ എത്തിയിരുന്നു. 2 പെൺ ആടുകളും 1 ആൺ ആടും. ദ്വീപിലെത്തിയ ആടുകളുടെ അവസ്ഥ സ്വർഗത്തിലെത്തിയതിന് തുല്യമായിരുന്നു. അവ ദ്വീപുകളിലെ പച്ചപ്പ് തിന്നുവാൻ തുടങ്ങി. ആടുകൾ അവിടെ പെറ്റുപെരുകി. ആടുകൾ പെറ്റുപെരുകാൻ കാരണമായത് ആടുകളെ വേട്ടയാടുന്ന മറ്റ് ജീവികളോ ആടുകളെ ബാധിക്കുന്ന രോഗാണുക്കളോ ആ ദ്വീപുകളിൽ ഇല്ലായിരുന്നു എന്നതുകൊണ്ടാണ്. 1975-80 കാലഘട്ടത്തിൽ ആടുകളുടെ എണ്ണം 3-ൽ നിന്നും 30,000 ഉയർന്നു.
അത് 90-കൾ ആയപ്പോൾ 2.5 ലക്ഷത്തോളമായി അടുത്തു. ആടുകൾ ദ്വീപിലെ പച്ചപ്പ് തിന്നു തീർക്കുവാൻ തുടങ്ങിയതോടെ ദ്വീപിലുണ്ടായിരുന്ന പല ജീവികളും സസ്യജാലങ്ങളും വംശനാശ ഭീഷണിയിലായി. 1960-കളിൽ ഏകദേശം 2 ലക്ഷത്തോളം ഉണ്ടായിരുന്ന ഗാലപ്പഗോസ് ആമകൾ 1990-കൾ ആയപ്പോൾ 3000-ആയി കുറഞ്ഞു. സാധാരണ സസ്യങ്ങളെ ഭക്ഷണമാക്കുന്ന ആമകൾക്ക് ഭക്ഷണത്തിൻ്റെ കുറവ് മൂലമാണ് അങ്ങനെ സംഭവിച്ചത്. അതോടെ ബയോളജിസ്റ്റുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്നു. ശേഷം നിരവധി ചർച്ചകൾക്കൊടുവിൽ ആടുകളെയെല്ലാം ദ്വീപിൽ നിന്ന് നീക്കം ചെയ്യാമെന്ന് തീരുമാനമായി. എന്നാൽ 2.5 ലക്ഷത്തോളം ആടുകളെ നീക്കം ചെയ്യുന്നത് അസാധ്യമാണെന്ന് മനസ്സിലായതോടെ ആടുകളെയെല്ലാം കൊന്നുകളയാമെന്ന് തീരുമാനിച്ചു. ആടുകളെ കൂട്ടത്തോടെ കൊല്ലുവാനായി പല മാർഗങ്ങളാണ് ഉണ്ടായത്. ആടുകൾ തിന്നുവാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളിൽ വിഷം ചേർത്ത് ദ്വീപിൻ്റെ പല ഭാഗങ്ങളിൽ ഇടുക എന്നതായിരുന്നു ആദ്യത്തെ അഭിപ്രായം. എന്നാൽ അത് മറ്റ് ജീവികൾക്ക് അപകടമാണെന്ന് മനസ്സിലായതോടെ ആ ഐഡിയ ഉപേക്ഷിച്ചു. ഒരു കൂട്ടം സിംഹങ്ങളെ ദ്വീപിലേക്ക് ഇറക്കിവിടാം എന്നായിരുന്നു അടുത്ത അഭിപ്രായം. എന്നാൽ അതും പ്രായോഗികമല്ലാത്തതുകൊണ്ട് ഉപേക്ഷിച്ചു. അവസാനം മനുഷ്യൻ തന്നെ നേരിട്ടിറങ്ങാമെന്ന് തീരുമാനമായി. അതെ, സൈന്യത്തെ ദ്വീപിലെത്തിച്ച് ആടുകളെ വെടിവെച്ച് കൊല്ലണം. ആ നീക്കത്തിൻ്റെ പേരായിരുന്നു പ്രൊജക്റ്റ് ഇസബെല്ല. അങ്ങനെ 1997-ൽ ഗാലപ്പഗോസ് കൺസർവൻസിയിൽ പ്രൊജക്റ്റ് ഇസബെല്ല ആരംഭിക്കുവാൻ തീരുമാനമായി. ആടുകളെ കണ്ടാൽ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലണം. അതായിരുന്നു ഈ പ്രൊജക്റ്റിൻ്റെ പ്രധാന ലക്ഷ്യം. ആദ്യമൊക്കെ സൈന്യം ദ്വീപിലിറങ്ങി കാൽനടയായി ആടുകളെ കൊല്ലുകയായിരുന്നു. എന്നാൽ സൈന്യം കരുതിയതുപോലെ അത്ര എളുപ്പമല്ലായിരുന്നു കാര്യങ്ങൾ. കുറച്ച് ആടുകളെ മാത്രമേ സൈന്യത്തിന് കൊല്ലുവാൻ കഴിഞ്ഞുള്ളൂ. ആടുകൾ മനുഷ്യ സാന്നിധ്യം അറിയുമ്പോഴേ ഓടി രക്ഷപ്പെടുവാൻ തുടങ്ങി. അതോടെ ഇക്വഡോർ ഗവൺമെൻറ് ന്യൂസിലാൻഡിൻ്റെ സഹായം തേടി. അങ്ങനെ ന്യൂസിലാൻഡിൽ നിന്നും കുറച്ച് ഹെലികോപ്റ്ററുകൾ എത്തുകയുണ്ടായി. ആ ഹെലികോപ്റ്ററുകളുടെ പ്രത്യേകത എന്തെന്നാൽ അവയുടെ 2 സൈഡിലായി മിഷൻ ഗണ്ണുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം അവ ദ്വീപുകൾക്ക് മുകളിലൂടെ വട്ടമിട്ട് പറന്നു. ആടുകളെ കൂട്ടത്തോടെ എവിടെ കാണുന്നുവോ അവയെ എല്ലാം വെടിവെച്ച് കൊല്ലുവാൻ തുടങ്ങി. 5 വർഷങ്ങൾക്ക് ശേഷം 2002ഓടെ 90% ആടുകളെയും ആ രീതിയിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഇല്ലാതാക്കി. എന്നാൽ ബാക്കി 10% ആടുകൾക്കും ഹെലികോപ്റ്റർ കാണുമ്പോൾ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അപകടമാണ്, ഓടി രക്ഷപ്പെടണം എന്നൊരു തിരിച്ചറിവ് ഉണ്ടായി. അതോടെ ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവ ഓടി ഒളിക്കുവാൻ തുടങ്ങി. പക്ഷേ ആ 10% ആടുകളെ ജീവനോടെ വിടാൻ അവർ ഒരുക്കമല്ലായിരുന്നു. അങ്ങനെ വിട്ടാൽ 90% ആടുകളെ കൊന്നത് വെറുതെയാവും. കാരണം വെറും 3 ആടുകളിൽ നിന്നാണ് 2.5 ലക്ഷത്തോളം ആടുകൾ ഉണ്ടായത്. ആ 10% ആടുകളെ വെറുതെ വിട്ടാൽ അവ വീണ്ടും പെറ്റുപെരുകുമെന്ന് അവർക്കറിയാം. ശേഷം ബാക്കിയുള്ള ആടുകളെ എങ്ങനെ കൊല്ലാം എന്നതിനായി ചർച്ചകൾ നടന്നു. അതിവിപുലമായ ചർച്ചകൾ ആയിരുന്നു അത്. കാരണം ഇക്വഡോർ ഗവൺമെൻറ്റും ബയോളജിസ്റ്റുകളും അത്രമാത്രം പ്രാധാന്യമായിരുന്നു ആ ദ്വീപുകൾക്കും ദ്വീപുകളിലെ ജന്തുസസ്യജാലങ്ങൾക്കും നൽകിയിരുന്നത്. ചർച്ചകൾക്കൊടുവിൽ പുതിയൊരു ആശയം ഉണ്ടായി. ആ ആശയമായിരുന്നു യൂദാസ് ഗോട്ട്. യൂദാസിനെ അറിയാമല്ലോ, യേശുവിനെ ഒറ്റുകൊടുത്ത യേശുവിൻ്റെ ശിഷ്യൻ. അതുപോലൊരു ഒറ്റുതന്ത്രമായിരുന്നു അവിടെയും ഉപയോഗിച്ചത്. അതിനായി ഒരു കൂട്ടം പെൺ ആടുകളെ സൈന്യം തിരഞ്ഞെടുത്തു. പെൺ ആടുകളുടെ മേൽ GPS ഘടിപ്പിച്ച ശേഷം ദ്വീപിലേക്ക് ഇറക്കിവിട്ടു. ശേഷം ആ ആടുകൾ അധിക നേരം എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കും. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരു ആട്ടിൻപറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സൈന്യത്തിന് അറിയാം. അങ്ങനെ സൈന്യം രഹസ്യമായി അവിടെ എത്തി ആടുകളെയെല്ലാം വെടിവെച്ച് കൊല്ലുന്നു. ഇതായിരുന്നു യൂദാസ് ഗോട്ടിനെ ഉപയോഗിച്ചുള്ള തന്ത്രം. യൂദാസ് ഗോട്ടായി പെൺ ആടുകളെ ഉപയോഗിക്കാൻ മറ്റൊരു കാരണമുണ്ട്. പുറത്തുനിന്നുള്ള പെൺ ആടുകളെ ഗ്രൂപ്പിലുള്ള ആൽഫ മെയിൽ ആടുകൾ പെട്ടെന്ന് ഗ്രൂപ്പിലെടുക്കും. എന്നാൽ പുറത്തുനിന്നുള്ള ആൺ ആടുകൾ. അങ്ങനെ 2006ഓടെ ഗാലപ്പഗോസ് ദ്വീപ് സമൂഹം പൂർണ്ണമായും ആട് വിമുക്തമായെന്ന് പ്രഖ്യാപിച്ചു.
ഏകദേശം അരനൂറ്റാണ്ടിലേറെയായുള്ള കാത്തിരിപ്പിനു ശേഷമാണ് ആ പ്രഖ്യാപനം വരുന്നത്. ആടുകൾ ഇല്ലാതായതോടെ ദ്വീപ് സമൂഹത്തിലെ പച്ചപ്പ് തിരിച്ചുവരുവാൻ തുടങ്ങി. തരിശുഭൂമിയിൽ പുൽനാമ്പുകൾ കിളിർത്തു. ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും പുതുജീവൻ വന്നു. ഏറ്റവും പ്രധാനമായ കാര്യം എന്തെന്നാൽ, ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഗാലപ്പഗോസ് ആമകളുടെ എണ്ണം 3000-ൽ നിന്നും 19,000-ആയി ഉയർന്നു. എന്നാൽ ഇതിനിടയിൽ ആടുകളെ കൂട്ടക്കൊല ചെയ്തതിനെ എതിർത്ത് മൃഗസ്നേഹികളുടെയും സംഘടനകളുടെയും പല പ്രതിഷേധങ്ങൾ ഉണ്ടായി. എന്നാൽ ഗാലപ്പഗോസ് ദ്വീപ സമൂഹത്തിൽ മാത്രം കണ്ടുവരുന്ന ജീവികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ലോകമെമ്പാടും കാണപ്പെടുന്ന ആടുകളെ ആ ദ്വീപുകളിൽ നിന്നും കൊന്നുകളഞ്ഞതെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി. മനുഷ്യൻ ചെയ്ത ഒരു തെറ്റ് തിരുത്തുവാൻ വേണ്ടി വന്നത് അരനൂറ്റാണ്ടോളമാണ്. ഇത് നമുക്കും ഒരു പാഠമാണ്. മറ്റൊരു ഭൂപ്രദേശത്ത് ജീവിക്കുന്ന ജീവികളായ ആഫ്രിക്കൻ മുഷി, അരാപ്പയ്മ, പച്ചയോന്ത് എന്നിവയെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അലക്ഷ്യമായി ഉപേക്ഷിച്ചാൽ അത് ഭാവിയിൽ നമ്മുടെ പ്രകൃതിക്ക് വലിയ അപകടം വരുത്തിവെക്കും. അപ്പോൾ ഇതാണ് ഗ്രേറ്റ് ഗോട്ട് വാർ അല്ലെങ്കിൽ പ്രൊജക്ട് ഇസബെല്ലയുടെ കഥ. അടുത്ത കഥയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.